നീ എന്താ ധരിച്ചു വെച്ചത്? അവസ്ഥ മോശമെന്ന് കരുതി വന്ന് നിന്റെ അടിമപ്പണി ചെയ്യുന്നു. നീ ഇപ്പൊ ഈ കളിക്കുന്ന കളിക്ക് ഗോളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോൾ അടിക്കാന്ന് പറയും. പച്ചയ്ക്ക് പറഞ്ഞാൽ തനി തെണ്ടിത്തരം. പക്ഷെ ചന്ദ്രബോസെ, അധിക നാളിത് തുടരാന്ന് വിചാരിക്കണ്ട. നീ മറ്റൊരു ബിസിനസ് തുടങ്ങാൻ പാടില്ല എന്നുള്ള എഗ്രിമെന്റ് ഇതിൽ വെച്ചിരിക്കുമ്പോ തന്നെ നിന്റെ ഉള്ളിലെ ഭയം ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നും നിന്റെ തലയ്ക്ക് മുകളിലെ വാളായിട്ട് വളരുമെന്നും ഇപ്പോഴേ പേടിക്കുന്നുണ്ട് നീ. ഇതാണ് ഗൗതം. ആ ഭയം എപ്പോഴും നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഒരിക്കൽ നീ പേടിക്കുന്ന ഈ ദുസ്വപ്നം സത്യമാവുകയും ചെയ്യും. എന്റെ ഈ അനാഥ ജന്മം പോലും നിന്നെ, ചന്ദ്രബോസെ, നിന്നെ തീർത്ത് കളയാനാ. അത് ഞാൻ തീർത്തിരിക്കും. കാത്തിരുന്നു. പ്രണവ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് എന്താ പറ്റിയത്? ചായ അവിടെ വെച്ചേക്ക്. എടുത്തി നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഒരു കാര്യം പറയാനായിട്ട് ഞാൻ അരികിലേക്ക് വന്നപ്പോ ദാ ഇവ മൈൻഡ് ചെയ്യാതെ എഴുന്നേറ്റ് മാറി. എടുത്തിയാണെങ്കിൽ മുഖത്ത് പോലും നോക്കാതെ വന്നിട്ട് തിരിച്ചു പോന്നു. നിങ്ങളൊക്കെ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഗൗതമിനെ ഞാൻ അപായപ്പെടുത്താൻ നോക്കിയെന്ന് നിങ്ങളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലേ? ഞാൻ ഇപ്പോഴും ആണയിട്ട് പറയുവാ, അവിടെ വെച്ച് കണ്ട ആ ഗുണ്ടയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പറയുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്ക്. ചെയ്യാത്ത കുറ്റത്തിന്റെ പാപഭാരവാ നിങ്ങൾ എല്ലാരും കൂടെ എന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നെ. നീ പറഞ്ഞതും ആണയിട്ടതൊന്നും ഞങ്ങൾ വിശ്വസിക്കണമെന്ന് വാശി പിടിക്കണ്ട. സത്യം എന്താണെന്ന് ഭഗവാന് മാത്രമല്ല അറിയൂ. എന്തായാലും അവസാന ഫലം ഒന്നു തന്നെയല്ലേ. എനിക്കെന്റെ മകനെ നഷ്ടമായി, അത്രയുള്ളൂ. എഴുതിക്ക് മാത്രമല്ലല്ലോ, എനിക്കും എന്റെ മോനെ നഷ്ടപ്പെട്ടില്ലേ? അവൻ എന്റെ മോനല്ലേ? പാർവതി ഗോപിനാഥ് ഒരു രജിസ്റ്റേർഡ് ഉണ്ടായിരുന്നു. ഞാൻ സഞ്ജയ് മതി. മതി. ഓക്കെ, ശരി. ചേട്ടനോ? ചേട്ടൻ അതിന് അമ്മയ്ക്ക് എന്ത് രജിസ്റ്റേർഡ് അയക്കാൻ? പോസ്റ്റ് വാനായിരുന്നു. അമ്മയ്ക്കുള്ള രജിസ്റ്റേർഡാ, ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു. രജിസ്റ്റേർഡോ? എനിക്കറിയിപ്പോ രജിസ്റ്റേർഡ് അയക്കാൻ. തിരിച്ചാൻ ഫ്രം അഡ്രസ് നോക്കിയേ. ആഹാ, ഞാൻ കൊളുത്തിവിട്ട് അടുത്ത ഗുണ്ടിങ് എത്തിയോ? ഇനിയിപ്പോ ഇത് ഈ ഹാളിൽ പൊട്ടിത്തെറിക്കും. ആരാടാ രജിസ്റ്റേർഡ് അയച്ചേക്കുന്നേ? ഏട്ടനെ അയച്ചിരിക്കുന്നത്. ഗൗതമോ? അവനെന്തിനാ ഇപ്പൊ രജിസ്റ്റേർഡ് ഒക്കെ അയക്കുന്നേ? അതൊന്ന് പൊട്ടിച്ചു നോക്ക്. ഇന്ന മോനെ, നീ തന്നെ പൊട്ടിക്കേ. മുദ്രപത്രങ്ങളാണല്ലോ അത്. എന്താ പ്രണവേ അതിൽ എഴുതിയിരിക്കുന്നേ? എടാ, ഒന്ന് വായിച്ചു നോക്ക്.
വായിച്ച് പഠിക്ക്. കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അതില്. എന്താടാ അതിൽ എഴുതിയേക്കുന്നത്? എടാ നീ ഒന്ന് വാ തുറന്ന് പറയേ. ഗൗതം എന്താ പ്രണവ് എഴുതി അയച്ചേക്കുന്നേ? ചേട്ടൻ ഇതിൽ എഴുതിയിരിക്കുന്ന ഈ വീടും സ്വത്തും ബിസിനസ്സും അതിലൊന്നും ചേട്ടനൊരു അവകാശം വേണ്ടെന്നാ. ചേട്ടൻ അവകാശപ്പെട്ട എല്ലാ സ്വത്തുവകകളും എന്റെയും യാമിനുടെയും ശിവാനിയുടെയും പേർക്ക് എഴുതാനുള്ള സമ്മതപത്രം ഇത്. എന്തൊക്കെയാ ഗൗതം കാണിക്കുന്നത്? എന്റെ അമ്മ ഒരു അവകാശവും വേണ്ടെന്ന് സമ്മതിച്ച് ഡോക്യുമെന്റ് ഉണ്ടാക്കി ഒപ്പിട്ട് അയച്ചിരിക്കുക. ഇല്ല, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയെങ്കിലും ഇങ്ങനൊരു പണി അവൻ ചെയ്യില്ല. എനിക്കിതിൽ സംശയമുണ്ട്. എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവന്റെ ഒപ്പ് തന്നെ ഇത്. എങ്ങനെ ഒരെണ്ണം എഴുതി അയക്കണമെന്ന് അവനോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. ഈ നിമിഷം വരെയും ഏട്ടനെയും ഏട്ടത്തെയും തിരിച്ചു വരണമെന്ന് മാത്രമേ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഏട്ടനെന്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? സുമനസാലെ എന്തായാലും അവനിത് ചെയ്യില്ല. ആരെങ്കിലും അവനെ കൊണ്ട് ചെയ്യിച്ചതാണോ? ശിവാനി, നീ ഗൗതമിനെ കണ്ടിരുന്നോ? നീ അവനോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാനോ? ഗൗതമിനെ കണ്ടെന്നോ? എന്തിനാ എന്റെ ആ പഴി കൂടെ എന്റെ തല കൊണ്ടുവെക്കുന്നേ? ഈ വീട്ടിൽ സ്വത്തിനെ കുറിച്ചും പണത്തിനെ കുറിച്ചും സംസാരിക്കുന്ന ഒരേ ഒരാൾ നീ തന്നെയാ. അതുകൊണ്ട് തന്നെയാ നിന്നോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എന്താ നീ ഒന്നും മിണ്ടാത്തെ? എന്താ പ്രണവേ ഇത്? എല്ലാരും കൂടെ എന്നെ കുറ്റക്കാരിയൊക്കെ നോക്കണോ?